വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 15 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിൽ ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഗേറ്റഡ് വില്ലയിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. 5 വില്ലകളാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിൽ ഉള്ളത്. ഇനി 2 വില്ലകൾ മാത്രമാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മീറ്റർ ഇന്റേണൽ റോഡാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ വരുന്നത്. കോമൺ ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഗേറ്റ് ഓരോ വീടിനും ഇല്ല. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വടക്ക് ദർശനമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് പിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്, അതായത് നോർത്ത് സൈഡ്. 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടും 2 ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കും. ഇവിടെയായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. മനോഹരമായി നമുക്കിവിടെ ഗാർഡൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു സ്പേസിന്റെ ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്താണ് വന്നിരിക്കുന്നത്. എലിവേഷൻ്റെ ഭംഗി പോവാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷെയ്ഡ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ സ്റ്റിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കോമൺ കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വില്ല പ്രൊജക്റ്റിലായി 3.5 സെന്റ് പ്ലേ ഏരിയയും ഗസ്റ്റ് പാർക്കിങ്ങും അവൈലബിൾ ആണ്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടിയോളം നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് വിൻഡോകളും ഡോറുകളും എല്ലാം തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 14.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസ് ഒക്കെ കൊടുത്താണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെ ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്തൊരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്കിത് മനോഹരമാക്കാവുന്നതാണ്. കൂടാതെ നോർത്തിലേക്ക് വലിയ 3 ഡോർ വിൻഡോയാണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 12.5 അടി നീളവും 8 അടി വീതിയുമാണ് ഈ കിച്ചണിന് ഉള്ളത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൂടാതെ നോർത്തിലേക്ക് 2 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്.
3 ലെയറായി ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും നൽകിയിട്ടുണ്ട്. കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സോമനയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടൊരു വാൾഡ്രോബ് സെറ്റ് ചെയ്യാവുന്നത്. കൂടാതെ മുകളിലായിട്ടും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ സോമനയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ പോകുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിൽ പർഗോളകൾ നൽകി നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലാണ്. 19 അടിയോളം നീളവും 15 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പവർ പോയിന്റും കുറച്ച് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്തിലേക്ക് വലിയ 3 ഡോർ വിൻഡോയാണ് ഈ ഒരു സെക്ഷനിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടും ഒരു 3 ഡോർ വിൻഡോ വരുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ബെഡ്റൂമിനുള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാൾഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. സോമനയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. തേക്ക് വുഡിലാണ് ഡോർ വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാൾഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. 10 അടിയോളം നീളവും 6.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായി SS ഗ്ലാസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന പില്ലർ ടൈലൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഓപ്പൺ ബാൽക്കണിയും ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 12 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 17 കിലോമീറ്റർ, കൂടാതെ 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയും ഉണ്ട്. 4 സെന്റ് 100 ലീഗ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.